أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولبثوا في كهفهم 300 سنين وازدادوا 9. قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا. صدق الله العظيم. ഇവര് വ്യത്യസ്ത കാലഗണന പറയുന്നു. ആളുകള് ഈ ഗുഹാവാസികൾ അതിൽ താമസിച്ചത് അവരിങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കുറെ കാലയളവ് പറഞ്ഞിരുന്നു. അള്ളാഹു പറയാണ് ലബിഥു, അവർ താമസിച്ചു ഫീ കഹ്ഫീം, അവരുടെ ഗുഹക്കുള്ളിൽ 300 കൊല്ലം താമസിച്ചു. ഈ അഭിപ്രായത്തെയാണ് അള്ളാഹു മുഖവിലക്കെടുത്തത്. അങ്ങനെയും ചില ആളുകൾ പറഞ്ഞിരുന്നു. വസ്ദാദു 9, അവരതിലേക്ക് ഒരു 9 കൊല്ലവും കൂടി കൂട്ടിയിട്ടുണ്ട്. 309 കൊല്ലം എന്ന് അള്ളാഹ്ക്ക് പറയാലോ, അങ്ങനെ പറഞ്ഞില്ല. 300 കൊല്ലം അവർ താമസിച്ചു, ഒരു 9 കൂടി അയക്കാണ്ട് കൂട്ടി. അതെന്ന് വെച്ചാല് സോളാർ സിസ്റ്റത്തിലും ഹിലാലി കലണ്ടർ അനുസരിച്ചും കണക്കൂട്ടുമ്പോ 300 കൊല്ലത്തിൽ 9 കൊല്ലം വ്യത്യാസം വരും. ഓരോ വർഷത്തിലും 10 ദിവസം ജനുവരിയും മുഹറം തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, 10 ദിവസത്തെ. അത് കണക്കൂട്ടുകയാണെങ്കിൽ 300 കൊല്ലത്തിന് ഇത്രയും കാലദൈർഘ്യം വ്യത്യാസം വരും. അവ 2 കലണ്ടറും ഒരർത്ഥത്തിൽ അള്ളാഹു സ്വീകരിച്ചു എന്നാണ്. കാലഗണനയിൽ അള്ളാഹു ഒരു നിലയിൽ അംഗീകരിച്ചു എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. പക്ഷെ നമ്മുടെ ഇബാദത്തിന്റെയും മറ്റും കാര്യത്തിലൊക്കെ മുഹറം കലണ്ടറാണ് കണക്കൂട്ടുക എന്ന് മാത്രം. മറ്റേ തെറ്റാന്ന് പറയണ്ട എന്നതിലേക്കൊരു സൂചന. രണ്ടും ഖുർആൻ അംഗീകരിച്ച പോലെയാണ്. അപ്പൊ ഇന്ന് നമ്മളെ ചുമരുകളിൽ തൂങ്ങുന്ന 2 കലണ്ടറും അള്ളാന്റെ കലാമിൽ നേരത്തെ ഉണ്ട്. 300 കൊല്ലം ഉറങ്ങി എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അള്ളാഹ് കമരി കണക്കില് കൂടുതൽ വരുന്ന കാര്യത്തെ അവിടെ സൂചിപ്പിച്ചു. വസ്ദാദു 9, ഒരു 9 കൊല്ലം കൂട്ടിക്കൊടുത്തു എന്ന്. എന്നിട്ട് അതിന്റെ ഇടയിൽ പറയിപ്പിക്കാണ് ഖുലില്ലാഹു അഅലമു ബിമാ ലബിഥു. അവരതിൻ്റെ ഉള്ളിൽ എത്രയാണ് താമസിച്ചെന്നുള്ള കാലഗണന മറ്റൊക്കെ അള്ളാഹ്ക്കാണ് കൃത്യമായിട്ട് അറിയുക. ഇത് ഇടക്കിടക്ക് ഇങ്ങനെ പറയില്ല. ഇതേതിൽ എന്നെ 3 പ്രാവശ്യം നേരത്തെ പറയിപ്പിച്ചിട്ടുണ്ട്. ഖുലില്ലാഹു അഅലമു ബിദ്ദത്തിഹിം ആര് പറഞ്ഞു, അങ്ങനെ പല സ്ഥലത്തും. അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണേ പഠിച്ചോ മാത്രമേ ഉള്ളൂ. മറ്റൊക്കെ ഓരോ അഭിപ്രായ പ്രകടനം നടത്തുക എന്നല്ലാതെ വഹിയും കണ്ട് വന്നാലേ ആ വിഷയത്തിൽ ഉറപ്പാവുള്ളൂ. അതുവരെ നമ്മുടെ ഊഹം വെച്ചിട്ട് പല അഭിപ്രായങ്ങളും പറയാം. ചിലതൊക്കെ ശരിയായിരിക്കാം എന്ന് മാത്രം. കൃത്യമായിട്ട് അറിയണത് അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ ശാസ്ത്രീയ അനുമാനങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ മുമ്പിലുള്ള ലക്ഷണം അനുസരിച്ചുകൊണ്ട് ഗവേഷണം ചെയ്ത് അനുമാനങ്ങൾ പ്രസ്താവിക്കാനേ കഴിയുള്ളൂ. അല്ല ഉറപ്പായിട്ട് നടന്നോളുന്നില്ല. കാരണം കൃത്യമായിട്ട് അറിയല്ല അള്ളാഹ്ക്ക് മാത്രമാണ്. ഇപ്പൊ എത്രയേ ദിവസങ്ങളിൽ ഇന്ന് ഭയങ്കര കാറ്റും മഴയും ഇടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. സ്കൂളൊക്കെ മുടക്കും. അന്ന് നല്ല വെയിലായിരിക്കും. ഈ സാധുക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം അവര് മുമ്പിലുള്ള ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് പ്രസ്താവിക്കുകയാണ്. അത് ആ സമയത്ത് റെഡി ആയിരിക്കും. പിന്നെ അള്ളാഹു ഒഴിവാക്കും. അന്തരീക്ഷം വളരെ തെളിഞ്ഞു വരും. ആ മഴ ഉണ്ടാവില്ല, ഇടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം പറയും ഇന്ന് തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും, ഒരു കുഴപ്പമില്ല. അന്ന് കാണാൻ നന്നായിട്ട് ഭൂമിയിൽ കണ്ട. കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നത് അള്ളാഹു മാത്രമാണ്. പിന്നെ അള്ളാഹു അവന്റെ വഹയിലൂടെ അറിയിച്ചു കൊടുത്ത ആളുകൾക്കും അറിയാം. അല്ലാത്തൊക്കെ വ്യത്യസ്ത അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ്. അതാണ് ഇടക്കിടക്ക് അള്ളാഹു താല അള്ളാഹ്ക്കാണ് കൃത്യമായിട്ട് അറിയാ അവരെ കുറിച്ച് എന്ന്. അത് എല്ലാത്തിനെ കുറിച്ച് അങ്ങനെയാണ്. അത് പറഞ്ഞു ഖുലില്ലാഹു അഅലമു മാ ലബിഥു. എന്നിട്ട് അള്ളാഹു പറയാണ് ലഹു ഗൈബുസ് സമാവാതി വൽ അർളി. ആകാശങ്ങളിലും ഭൂമികളിലും അതിന്റെ അഗാധ മണ്ഡലങ്ങളിലും ഇരുളുകളിലും എല്ലാം ഒളിഞ്ഞിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അദൃശ്യ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അറിയുന്നത് അള്ളാഹുവാണ്.
പിന്നെ അള്ളാഹു തആല അറിയിച്ചു കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമാണ്. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിൽ വരാൻ പോണ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അല്ലാതെ സ്വന്തം അറിഞ്ഞല്ല, അള്ളാഹ് അറിയിച്ചു കൊടുത്തപ്പോ അറിഞ്ഞതാണ്. ഏത് കാര്യം, ഇനി സാധാരണ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ബാഹ്യമായ കണ്ണുകൊണ്ട് എല്ലാം കാണാൻ കഴിയുമോ? ഇല്ല. കാണാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നടക്കുന്നതിനിടയിൽ കാണാൻ പെട്ടെന്ന് കുഴിയിൽ വീണ് ഞാൻ കണ്ടില്ല എന്ന് പറയും. എന്തേ കണ്ണുണ്ടായിട്ട് എന്തേ കാണാഞ്ഞ്? അപ്പൊ കാണണ്ടെന്ന് അത് തീരുമാനിച്ചാണ്, അപ്പൊ വീണതാണ്, വേറെ ഒന്നുമില്ല. അതിനർത്ഥം കാഴ്ചയില്ല എന്നല്ല. അപ്പൊ എന്താണെങ്കിലും അതിനുള്ള സിദ്ധി അള്ളാഹു കൊടുത്തോണ്ടിരിക്കുക. നേരത്തെ ഒന്നും കൊടുത്തു വിട്ടിട്ടില്ല. കണ്ണിനെല്ലാം കാണാനുള്ള ഒരു പവർ നേരത്തെ അള്ളാഹ് തന്നിട്ടില്ല. നാവിന് സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള കഴിവ് നേരത്തെ അള്ളാഹ് തന്നിട്ടില്ല. കയ്യിനെ പിടിച്ച് വീശി ഇങ്ങനെ കൈയിന്റെ നിയന്ത്രണങ്ങളിൽ കാര്യങ്ങളൊക്കെ ഒതുക്കാനുള്ള കഴിവ് നേരത്തെ അള്ളാഹ് തന്നിട്ടില്ല. അതന്നെയാണ് കാലിന്റെ അവസ്ഥ. ഇതൊന്നും നേരത്തെ തന്നതല്ല, അപ്പാപ്പം തന്നുകൊണ്ടിരിക്കുക. നേരത്തെ ഒന്നും കൊടുക്കണില്ല. തീയിന് കരിക്കാനുള്ള കഴിവ് നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇബ്രാഹിം നബിനെ കരിച്ചില്ല? തീന് നേരത്താണ് കൊടുത്തുവിട്ട പിന്നെ ഇബ്രാഹിം നബിനെ കരിച്ചൂടെ? കരിഞ്ഞില്ലല്ലോ. കരിഞ്ഞില്ല എന്ന് മാത്രമല്ല, 7 ദിവസം നമ്രൂദിന്റെ തീജ്വാലയില് കഴിഞ്ഞ ഇബ്രാഹിം നബി പുറത്തു വന്നിട്ട് പറഞ്ഞെന്താ അറിയോ? ഇത് ദുനിയാവിൽ ഏറ്റവും സുഖമുള്ള ഈ തീയിൻ്റെ ഉള്ളിൽ കഴിയുമ്പോഴാണെന്ന് പറഞ്ഞു. കാരണം തീയിനെ അള്ളാഹു തആല സ്വർഗ്ഗാക്കി കൊടുത്തു. ആ അതാത് സമയത്ത് അള്ളാഹ് ചെയ്യുന്നതാണ്. ഇതൊക്കെ മാധ്യമങ്ങളാണ്. കാലോണ്ടല്ലെങ്കിൽ അങ്ങനെ കാലോണ്ടല്ലല്ലോ നടക്കണേ. കാലുണ്ടായിട്ട് നടക്കാൻ കഴിയാത്ത ആളില്ലേ? തൊള്ളുണ്ടായിട്ട് സംസാരിക്കാൻ കഴിയാത്ത ആളില്ലേ? കണ്ണുണ്ട് പൊട്ടിയിട്ടില്ല എന്നാലും കാണാത്ത ആളില്ലേ? കൈ രണ്ടുണ്ട്, ഒരു കുഴപ്പമില്ല, പക്ഷെ വീശാൻ കഴിയണില്ല, പിടിക്കാൻ കഴിയില്ല ആളുകളില്ലേ? ഇനി കാലോണ്ട് നടക്കാൻ കഴിയോ? അങ്ങനെയാണെങ്കിൽ ചേർത്ത നല്ലോ നടക്കണ്ടേ? കാരണം ഒരുപാട് കാലില്ലേ? നടക്കണ്ടോ? കാലോണ്ട് മാത്രമാണ് നടക്കണേ. അങ്ങനെയാണെങ്കിൽ പാമ്പ് നടക്കാൻ പാടില്ലല്ലോ, പക്ഷെ ഓടണില്ലേ? നമ്മൾ ഓടി ഒപ്പെത്തൂല, ഒരു കാലും പാമ്പിനില്ല. ഇതൊക്കെ അള്ളാഹു മുന്നിൽ കാണിച്ചതിനും ദൃഷ്ടാന്തങ്ങളാണ്. അപ്പൊ എല്ലാത്തിന്റെയും അധികാരം ഉടമയും ജ്ഞാനിയും അള്ള മാത്രമാണ്. പിന്നെ അള്ള കൊടുക്കുന്നത് ആർക്കാണോ അത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ലഹു ഗൈബുസ് സമാവാതി വൽ അർള് അബ്സിർ ബിഹി വ അസ്മിർ. ഇതിന് അറബിയിൽ തഅജ്ജുബിന്റെ സീഗ എന്നാണ് പറയാ. തഅജ്ജുബ് അതാണ്. അവന്റെ കാഴ്ച എന്തോ ഒരു അത്ഭുതമാണ്, അവന്റെ കേൾവി എന്തോ ഒരു അത്ഭുതമാണ്. ആ ഒരു അർത്ഥത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. അതിന് തഅജ്ജുബിന്റെ വാക്കുകൾ എന്നാണ് പറയാ. എന്താണ് അള്ളാന്റെ കേൾവിലേ, എന്താണ് അള്ളാന്റെ കാഴ്ചലേ? കാരണം അള്ളാഹ് ശരിക്കും എല്ലാം കേൾക്കൂലെങ്കിൽ യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് രാത്രിന്റെ ഉള്ളറയിൽ കടലിന്റെ അടിയിന്ന് റബ്ബേന്ന് വിളിച്ചു, ഒരു തടസ്സമില്ലാതെ കേട്ടു. അല്ലാതെ എന്താ ഒരു ഒച്ചയൊക്കെ ഉണ്ടല്ലോ, എന്താണത്, എവിടുന്നാണത്? ഇതൊന്നും അള്ളാഹ്ക്കില്ലല്ലോ, ഇല്ലല്ലോ. ആ മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്നാണ് അള്ളാന്നാണ് വിളിച്ചത്. വോയിസ് പുറത്തു വരുമോ? അള്ള കേട്ടു, അള്ള കേട്ടു. ഉടനെ ഫസ്തജബ്ന, ആ ഫാന്റെ മാനാതാണ് ഫസ്തജബ്. വനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. കടലിന്റെ ഉള്ളറയിൽ നിന്ന്, മത്സ്യത്തിന്റെ പള്ളയുടെ ഉള്ളിൽ നിന്ന്, രാത്രിയുടെ ഉള്ളറയിൽ നിന്ന് യൂനുസ് അങ്ങ് വിളിച്ചു അലൈഹിസ്സലാം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഫസ്തജബ്നാ, ഞൊടിയിടയിൽ നമ്മൾ ഉത്തരം നൽകി. ഉടനെ ഉത്തരം നൽകി. എവിടുന്നാപ്പാ വിളിക്കണേ? അപ്പൊ അള്ള കേൾക്കാൻ ഒച്ചവിളി ഉണ്ടാക്കണമെന്നൊന്നുമില്ല. പടച്ചോനെ ചിലരെ ദുആക്കാന്നാണ് കേട്ടാല് അവിടെ ഉള്ള എല്ലാം കുലുങ്ങി വീഴും. ആയാതി ഒച്ച. ഞാൻ നിങ്ങൾ നിസ്കാരത്തിന് ശേഷം എല്ലാം ദോർക്കല്ലോ. പിന്നെ ദ്വാരക്കാനായിട്ട് വലിയ സദസ്സുകൾ ഉണ്ടാകുമ്പോ എല്ലാരും കേൾക്കണമെങ്കിൽ ഇത്തിരി ശബ്ദം വരും, അത് സ്വാഭാവികമാണ്. അതൊന്നല്ല, മെഹ്റാബൊക്കെ പൊളിച്ചിട്ട് എല്ലാ ഭക്തനും ദ്വാരക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മൈക്ക് ബോക്സും പൊട്ടും മെഹ്റാബും പൊളിയും. എന്തിനത്? മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന അള്ളാ. നമുക്ക് അല്ല റാത്തിൽ ഇങ്ങനെ ഒരു അള്ള ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് സമാധാനം, അല്ലെങ്കിൽ എന്ത് സമാധാനമുള്ളത്? പ്രശ്നങ്ങളൊക്കെ അറിയുന്ന, കാര്യങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്തുന്ന. ചിലത്തിനൊക്കെ അള്ള വെയിറ്റ് ചെയ്യും. അത് നമ്മളറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അതിന്റെ ബാക്കിലുണ്ടാവും. നമ്മളതറിയില്ല. ഇപ്പൊ അടുത്ത് ഒരുപാട് കാലം രോഗമായി കിടന്ന, അതിൽ തന്നെ ഗുരുതരമായ രോഗമുള്ള ഒരാൾ വഫാത്തായപ്പോ അയാളെ സ്വന്തം ഒരാളെ ഞാൻ കണ്ടപ്പോ അയാളിനോട് പറഞ്ഞ മറുപടി അപ്പൊ എനിക്ക് തോന്നി അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലേ എന്ന് തോന്നി. ഞാൻ ചോദിച്ചു, ഒരുപാട് രോഗങ്ങളൊക്കെ സഹിച്ചില്ലേ?
ഉസ്താദേ കാക്കാന്റെ ഭാഗ്യല്ലേ ഇത്. എല്ലാ ഉസ്താദന്മാരെ കൊണ്ടും ദ്വാരിപ്പിച്ചിരുന്നു, പക്ഷെ രോഗം ഇങ്ങനെ കൂടുകയാണ്. കാക്കാന്റെ ഭാഗ്യമാണ്, കാരണം കാക്കാൻ അള്ള കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി കാക്കാക്ക് നേരെ സ്വർഗല്ലേ, കാരണം ഉള്ളതൊക്കെ അള്ള ഇവിടുന്ന് കൊടുത്തു. അതൊരു തിരിച്ചറിവാണ്, അതൊരു തിരിച്ചറിവാണ്. നമ്മളെല്ലാം ദ്വാരക്കണ അള്ള അറിയുന്നുണ്ട്, അള്ള എല്ലാം കേൾക്കുന്നുണ്ട്. അള്ള നമ്മളെ അടുത്ത് തന്നെ എല്ലാ അറിവ് കൊണ്ടും എല്ലാ ശ്രദ്ധ കൊണ്ടും കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ചിലത് നമ്മൾ പറയും പോലെ അള്ള ചെയ്തു തരാത്ത എന്താ വെച്ചാൽ നമ്മളറിയാത്ത ഒരുപാട് ഹൈറുകളും രഹസ്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കത് അറിയില്ല എന്താണ്. എന്റെ അനുഭവത്തിൽ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് സമയമുണ്ടോന്ന് എനിക്കറിയില്ല. സമയമുണ്ടോ? എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു കേട്ടോ, എന്റെ അനുഭവം കേട്ടോളൂ. ഇങ്ങനെയാണ് നമ്മൾ പൊട്ടന്മാരാണ്, നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഒരിക്കല് വാതിന് പോയപ്പോ ആ ഏരിയയിലെ കുറെ കടകളൊക്കെ നടത്തുന്നൊരു മുതലാളി അയാളെ വീട്ടിൽ പിന്നെ ഭക്ഷണത്തിന് കൊണ്ടുപോയി. ആളിന്റെ വാതിൽ കേൾക്കുന്ന ആളാണ്. ജുമയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അയാൾ. പിന്നെ ആളെ ഗ്രൂപ്പിൽ ഒരു ഹജ്ജ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അതിൽ അമീറായിട്ട് പലപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ പോലില്ലാന്ന് പറഞ്ഞു. ഞാൻ ഈ അമീറായി പോലില്ല അങ്ങനെ, അതുകൊണ്ട്. അപ്പോ അയാളെ ഡ്രൈവർ എന്നോട് പറയാണ്, ഉസ്താദേ നിസ്കാരത്തായുണ്ട്, തുപ്പിയുണ്ട്, കണ്ട് ആള് പേടാണ്. ഞാൻ ചോദിച്ചു എന്തിയെന്ന് വെച്ചു. അയാളെല്ലാം പണിയെടുക്കുന്ന ആൾക്കാർക്ക് മാസം മാസം ശമ്പളം കൊടുക്കുന്നുണ്ട്, കൂട്ടണുണ്ട്. എനിക്കിപ്പോ തന്നിട്ട് 3 മാസമായി, ഉള്ളത് കൂട്ടണില്ല. എന്നിട്ട് എന്നെ കുറിച്ച് എല്ലാവരോടും പറയും എന്റെ മോനാണെന്ന്. വേറെ പണിയില്ലാത്തോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇട്ടെറിഞ്ഞിട്ട് എന്റെ പണിക്കോന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് സൂചിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കും തന്നെ അയാളോട് ഒരു പണിക്കാരന് ശമ്പളം കൊടുക്കണില്ല, ഉള്ളത് കൂട്ടിക്കൊടുക്കണില്ല. ഇയാളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ കാര്യത്തിൽ നിങ്ങൾ ദ്വാരക്കണിന്റെ മോനാണ്. എന്തൊരു തമാശയാണത്. വല്ലാത്തൊരു തമാശ അല്ലേ? ശമ്പളം കൃത്യമായിട്ട് കൊടുക്കാത്ത ഒരാൾ മോനോ? പക്ഷേ ഞാൻ കരഞ്ഞുപോയി. എന്താ അറിയോ, ഇയാള് മാത്രം അറിയണ ഒരു രഹസ്യമുണ്ട്, അത് ഡ്രൈവർ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ ആളും കാര്യം. ആള് ഇന്നേറ്റ് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എന്റെ ഡ്രൈവർ എന്റെ മോനെ പോലെ ഞാൻ കരുതുന്ന ആളാണ്. എന്താ ഉസ്താദേ കയ്യിൽ കാശ് ഒന്നുമില്ല, പാവപ്പെട്ട ആളാണ്. നാളെ ഒരു പെങ്ങളെ കെട്ടിച്ചു, അതോടുകൂടി അവൻ കടത്തിലായി. അപ്പൊ എനിക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്, കാരണം ശമ്പളം കൊടുക്കണില്ല. അങ്ങനത്തെ ആളാപ്പൊ ഈ പറയണത്. ഞാൻ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ അയാള് സൈഡിൽ കൂടി ഇന്നാണ്ട് കൊണ്ടുപോയിട്ടായിരുന്നു. ഇവിടെ അത് ഈ പറമ്പുണ്ടല്ലോ, ഈ 20 സെന്റും അതിലുള്ള വീടും ഞാൻ ഓനക്ക് വേണ്ടി തയ്യാറാക്കിയ. ഓനോട് പറഞ്ഞിട്ടില്ല, ഉസ്താദ് ഇപ്പൊ പറയണ്ടായിരുന്നു. കഴിഞ്ഞില്ലേ? അവിടെ ഒരു സെന്റിന് 3 ലക്ഷം റുപ്യ. 20 സെന്റിന് എത്രയായി? 60. അതിലൊരു 40 ലക്ഷത്തിന്റെ വീടുമാണ് കണക്കൂട്ടിക്കോളി. എത്രയായി? ഈ പൈസ ഇട്ടാൻ ആ ചങ്ങായി എത്ര കൊല്ലം പണിയെടുക്കണോ? എന്നാ കിട്ടുമോ? ഇത് ഇയാളിവിടെ തയ്യാറാക്കി വെക്കുന്നുണ്ട്, അത് ഓനോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഓന്റെ വിവരക്കേടാണ് നേരത്തെ വിളമ്പിയത്, അടിച്ചു പൂസണം എന്ന് പറഞ്ഞു. ഇതെങ്ങാനും ഓൻ നേരത്തെ അറിയാണെങ്കിൽ ഈ വർത്താനം പറയില്ല. ഇത് ഓനോട് പറയാതെ അയാൾ തയ്യാറാക്കി വെച്ചതാണ്. ഇങ്ങനെ അള്ളാഹ്ക്ക് അതിനേക്കാളും വലിയ പരിപാടി ഉണ്ടെന്ന് നമ്മള് വിവരമില്ലാത്തോണ്ട് എന്താണ് അള്ളാഹ്. പക്ഷെ അതിന്റെ ഒക്കെ പേരിൽ അള്ളാഹ് നമ്മളോട് പറയാതെ ഒരുക്കി തയ്യാറാക്കിയ സംഗതികൾ നമ്മൾ അറിയണമെങ്കിൽ ഉണ്ടല്ലോ, ഇവിടുന്ന് തന്നെ കരഞ്ഞിട്ട് നടു ഒടിഞ്ഞിട്ട് സുജൂദ് വീണ പിന്നെ നീക്കൂല. അറിയാത്തോണ്ടാണ് നമ്മളിപ്പോ മനസ്സുകൊണ്ട് അള്ളാഹിനെ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹിന്റെ എല്ലാ പരിപാടികളും നമ്മളറിയാത്ത 100 കൂട്ടം ഹൈറുകൾ ഉണ്ടാവും. നമ്മളോട് അള്ള ദ്വാരക്കാനെ പറഞ്ഞോളൂ, ദ്വാരുന്നോളി. അത് നമ്മൾ മുറിയരുത്. ദ്വാരക്കന്നെ ദ്വാക്ക് ഉത്തരണ്ട്, നമ്മൾ കരുതിയതുപോലെ ആവൂല എന്ന് മാത്രം. അള്ളാഹുവാണ് എല്ലാം അറിയുന്നത്. ലഹു ഗൈബുസ് സമാവാതി വൽ അർദ്. എല്ലാത്തിന്റെയും താക്കോലും അധികാരവും ജ്ഞാനവും അള്ളാന്റെ അടുത്താണ്. പിന്നെ അള്ള കൊടുക്കണത് എല്ലാവർക്കും ഉള്ളൂ, അതന്നെ കുറച്ചുള്ളൂ എന്ന് അള്ള പറഞ്ഞു. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീൽ. കുറച്ച് ഇങ്ങക്കൊക്കെ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ റബ്ബിൽ നമ്മളൊരു തെറ്റിദ്ധാരണയും വെക്കരുത്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ എന്താണോ കരുതുന്നത് അങ്ങനെയാണ് നമ്മുടെ കൂടെ അള്ളാഹ്. എന്നെ കുറിച്ച് എന്റെ അടിമ വിചാരിക്കുന്നിടത്ത് ഞാൻ ഉണ്ടാവും. അപ്പൊ നല്ലത് മാത്രം വിചാരിക്കാം. എന്താ അള്ള ഉത്തരം തരാത്തതെന്ന് പറയരുത്. ഉത്തരം തന്നിട്ടുണ്ട്, നീ അറിഞ്ഞിട്ടില്ല. നിന്റെ ദ്വാന്റെ കാരണത്താലായിരിക്കോ എന്നോ വണ്ടി അപകടത്തിൽപ്പെട്ടുകൊണ്ട് നിന്റെ തല കീറേണ്ടതാണ്.
അതിന് വേറൊരു കാര്യത്തിന് ദ്വാരുന്നപ്പോൾ അതിവിടെ വേണ്ട, ആഫത്തുകൾ തട്ടിയാൽ മതി എന്ന് കരുതിയിട്ട് അള്ള എന്തൊക്കെയോ തട്ടിക്കളഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളില്ലേ, നമ്മൾ പറയില്ലേ ഒരു ഇഞ്ചി പയച്ചു അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവൂല എന്ന്. അതിന് അള്ളാന്റെ കാവല്, അത് നിങ്ങളുടെ ഏതോ ദുആ ആയിരിക്കും അത്. അപ്പൊ നമുക്ക് അറിവില്ല, അറിവുള്ള അള്ളാനെ മാത്രമേ നമ്മൾ ആ വിഷയത്തിൽ കൃത്യമായി ആത്യന്തികമായി സ്നേഹിക്കാവൂ. കാരണം അള്ളാഹ്ക്കാണ് എല്ലാത്തിനും അറിയുക. ആ സൂറത്തുൽ കഹ്ഫിലെ 7 ആളുകൾക്കില്ല മിൻ ദൂനി, അള്ളാനെ കൂടാതെ മിൻ വലിയൻ. അവര് 300 ചില്ലാൻ കൊല്ലം അവിടെ ഉറങ്ങിയപ്പോ അവർക്ക് അന്നം കൊടുത്തതാരാണ്? അവർക്ക് ശ്വാസം കൊടുത്താരാണ്? അവർക്ക് വെളിച്ചം കൊടുത്താരാണ്? അവരെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തട്ടിയിട്ട് അവരുടെ അടിയിലൂടെ ചതിൽ കയറാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കിയതാരാണ്? അവരെ ഒന്നടങ്കം ഒരേ സമയത്ത് ഉറക്കിയതാരാണ്? അവർക്ക് കാവലായിട്ട് പുറത്ത് നായയെ നിർത്തിയതാരാണ്? അവരെ ഒരേ സമയത്ത് ഉണർത്തിയതാരാണ്? അവരുടെ ഗുഹന്റെ ഉള്ളിലേക്ക് സൂര്യരശ്മി കടക്കാതിരിക്കാൻ സൂര്യന്റെ ചലനത്തിന്റെ ഘടനയ്ക്ക് ഇത്തിരി വ്യത്യാസം വരുത്തിയതാരാണ്? പിന്നീട് സ്വസ്ഥമായി രണ്ടാമത് അവരെ മരിപ്പിച്ചതാരാണ്? എല്ലാം അല്ലാഹു മാത്രമാണ്. എല്ലാത്തിന്റെയും അധികാരിയും ഉത്തരവാദിത്വം മുദബ്ബിറും സംരക്ഷകനും സത്യത്തിൽ അള്ളാഹു മാത്രമാണ്. പിന്നെ മറ്റുള്ള പല ആളുകളെ കൊണ്ടും, മലക്കുകളെ കൊണ്ട് മഴ പെയ്യിപ്പിക്കും, മലക്കുകളെ കൊണ്ട് റൂഹിനെ പഠിപ്പിക്കും, മരിപ്പിക്കുന്ന അള്ളാഹുവാണ്, പണിയെടുക്കുന്നത് മലക്കുകളാണ്. അത് അള്ളാഹു എടുപ്പിക്കുന്നതാണ്. രോഗം മാറ്റുന്ന അള്ളാഹുവാണ്. ഡോക്ടറെ കൊയല വെച്ച് പരിശോധിക്കുക, ഗുളിക തരിക, അത് കാരണങ്ങളാണ്. ഈ കാരണങ്ങളിലൂടെ മാറണമെന്ന അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ മാറൂ, അല്ലെങ്കിൽ മാറൂല. ചിലപ്പോൾ കാരണങ്ങളില്ലാതെയും അല്ലാഹു തആല മാറ്റിക്കൊടുക്കാം. എല്ലാം അല്ലാഹു മാത്രമാണ്. എല്ലാം അല്ലാഹു മാത്രമാണ്. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. വലാ യുശ്രികു, അല്ലാഹു കൂറാക്കുകയില്ല, അള്ളാഹു പാർട്ണറാക്കുകയില്ല. ഫീ ഹുക്മിഹി, അവന്റെ തീരുമാനങ്ങളിലും അധികാരത്തിലും പാർട്ണറാക്കുകയില്ല. അഹദൻ, ഒരാളെയും. ആകാശം സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു തആല ആരെങ്കിലും പാർട്ണറാക്കിയോ? ആരോടെങ്കിലും മുശാവറ ചെയ്തോ? ഭൂമിയെ സൃഷ്ടിച്ചപ്പോ അള്ളാഹു തആല ആരെങ്കിലും കൂടെ നിർത്തിയോ? 300 ചില്ലാൻ കൊല്ലം അൽ-കഹ്ഫിൽ 7 ആളുകളെ ഉറക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോ അള്ളാഹു തആലക്ക് പാർട്ണർ ഉണ്ടെങ്കിൽ അള്ളാഹു തആല അഭിപ്രായം ചോദിക്കും, നമ്മളൊരു 309 കൊല്ലം അവരെ ഉറക്കല്ലേ എന്ന്. പാർട്ണർമാരാണെങ്കിൽ എങ്ങനെയാലും എതിരഭിപ്രായം ഉണ്ടാവും. ആ മറ്റാൾ പറയും 300 ചില്ലാൻ കൊല്ലം വേണ്ട, കുറച്ച് കൂടുതലാണ്, നമുക്ക് 100 കൊല്ലാക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവരെ മേലെ അഭിപ്രായത്തെ സൈസ് സംഗതി ഇവിടെ നടക്കില്ല. അപ്പൊ അള്ളാഹ്ക്ക് അവന്റെ തീരുമാനങ്ങളിലോ അധികാരത്തിലോ ഒരു പാർട്ണറും ഇല്ല. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്. ഇലാഹു ഒന്ന് മാത്രം, യഥാർത്ഥ അധികാരി ഒന്ന് മാത്രം, യഥാർത്ഥ ജ്ഞാനി ഒന്ന് മാത്രം, യഥാർത്ഥ സഹായി ഒന്ന് മാത്രം, യഥാർത്ഥ റാസിഖ് ഒന്ന് മാത്രം, യഥാർത്ഥ ജ്ഞാനി ഒന്ന് മാത്രം. എല്ലാം അല്ലാഹുവാണ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഈ വലിയ അടിസ്ഥാന തൗഹീദിന്റെ തറയാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല അറിയിക്കുന്നത്. അത് യഥാവധി ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹിന് കീഴ്പ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു അവസരം പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ഒരുപാട് ദ്വാരത്തിട്ട് ചില ഉത്തരം കിട്ടില്ല എന്ന് വെച്ചിട്ട് ടെൻഷൻ വേണ്ട. അതെങ്ങാനും ആ രഹസ്യമെങ്ങാനും നമ്മൾ അള്ളാഹു അറിയിച്ചാൽ ശുക്ർ ചെയ്തിട്ട് നമ്മൾ നെറ്റിപ്പൊളിയും. നമുക്ക് അള്ളാഹു തആല എല്ലാം അറിയിച്ചു തന്നിട്ടില്ല, ദ്വാരക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ദാ ഒരു വിഷയത്തിൽ നിർത്താൻ പാടില്ല. നിതാന്തമായി നിരന്തരമായി ആത്മാർത്ഥമായി നമുക്ക് കെഞ്ചാനും യാചിക്കാനുള്ളത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു അവന്റെ ഔദാര്യങ്ങൾ നമുക്ക് തുറന്നേറ്റെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അമ്മായി അറ്റാക്ക് വന്നിട്ട് വെന്റിലേറ്ററിലാണെന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ, സലാമത്തായി കൊടുക്കട്ടെ. നമ്മളെ നൗഷാദ് സാഹിബിന്റെ വാപ്പ മരിച്ച വയസ്സാണ് എന്ന് പറഞ്ഞാല് നമ്മളെ കുഞ്ഞുമാനാജിന്റെ ജ്യേഷ്ഠൻ, ആ കുഞ്ഞാവാജന്റെ ജ്യേഷ്ഠൻ മുൻകാലത്തെ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ, ഇവിടുത്തെ മുൻകാലത്തെ പ്രസിഡന്റ് ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, വിശാലായി കൊടുക്കട്ടെ, സുഗന്ധമായി കൊടുക്കട്ടെ, സൗരഭ്യപൂർണമായി കൊടുക്കട്ടെ, അനുഗ്രഹത്തിന് ആരാമമാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും അദാബ് അല്ലാഹു തആല പ്രിയപ്പെട്ടവർക്കുണ്ടെങ്കിൽ അല്ലാഹു ഒഴിവാക്കി കൊടുക്കട്ടെ. പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന എല്ലാ ചുറ്റുഭാഗത്ത് സെക്രട്ടറിമാര്, പ്രസിഡന്റുമാര്, ഖജാഞ്ചിമാര്, എത്രയോ ചെറുപ്പക്കാരെ എല്ലാവരും കൂടി കിടക്കല്ല, അനങ്ങണം ചെല്ലോ. ഒരു സാസയിലിരിക്കണേ ഇടക്കിടക്ക് വാച്ചിൽ വെക്കും, കയ്യാനായില്ലേ.
ഒരനക്കമില്ല. എത്ര കാലമായി കിടക്കണേ? തിരക്കുമില്ല, മഴയില്ല, ചൂടുമില്ല, വെളിച്ചമില്ല, പുതപ്പുമില്ല, മൊബൈലും ഇല്ല. കൊണ്ടേ കിടത്തിയെന്ന് കിടക്കാൻ തുടങ്ങിയതാണ്. നീച്ചിക്കണോ? എല്ലാരും ഗൾഫേരും ഇല്ല കൂട്ടത്തില് ഇല്ലേ? ഗൾഫേരും നാട്ടിലുള്ളവരും കൂലിപ്പണിക്കാരും മുതലാളിമാരും ഡ്രൈവർമാരും ഒക്കെ കൂടി ചുറ്റുപാറും കിടക്കുമ്പോ സെന്ററിലാണ് നമ്മളുള്ളത്. യാ അല്ലാഹ്. പക്ഷെ അതിന്റെ ഇടയിൽ ചെറിയ ക്യാപ്പ് ഉണ്ട്. അവിടെയാണ് നാളെ നമ്മള്. അതാണ് നമ്മൾ മറക്കണത്. വേറൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ട്. ഒരു കിടക്കണൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ട്. പക്ഷെ നമ്മൾ കിടക്കണത് മറക്കൂടാ. അതുകൊണ്ട് അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അതിലൊക്കെ പള്ളിക്ക് വേണ്ടിയിട്ട് ഓടി നടന്നിരുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട്. എന്നോട് ഇവരൊക്കെ പറയാറുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് പ്രസിഡന്റ്. അല്ലാഹു തആല ആ സേവനത്തിന്റെ ഒക്കെ ഔദാര്യ അള്ളാഹു ആ ഖബറിലേക്ക് അല്ലാഹു തആല ഇറക്കി കൊടുക്കട്ടെ. അള്ളാഹു സവാബ് നിറച്ചു കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. അല്ലാഹുവേ, പറഞ്ഞോം കേട്ടൊക്കെ നീ കബൂലാക്കണേ അല്ലാ. വീഴ്ചകൾ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ വിവരമില്ലാത്തവരാണ്, ദോഷങ്ങൾ പെരുത്തവരാണ്. നീ അർഹമുർ റാഹിമീനാണ്. നീ കൊള്ളക്കാരെ മഹാന്മാരാക്കിയ അർഹമുർ റാഹിമീനാണ്. ഞങ്ങളെ നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദുആക്ക് ഇജാബത്തുള്ള ആളുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ റസൂൽ, നിന്റെ ഹബീബിന്റെ ആളുകളാക്കണേ അല്ലാ. അല്ലാഹുവേ, അവിടുത്തെ കൂടുതൽ അറിയാനും ഇത്തിബാഅ് ചെയ്യാനും മഹബ്ബത്ത് വെക്കാനും മദ്ഹ് പറയാനും തൗഫീഖ് താ റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തിലുള്ള വഴികേടുകളൊക്കെ നീ നേരെയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ബുദ്ധി നീ സ്റ്റഡിയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ചിന്തകൾ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സ്വഭാവങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാ. പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും നന്നാക്കി തരണേ അല്ലാ. ജീവിതത്തിൽ മരിച്ചാൽ വല്ലതും കിട്ടണമെങ്കിൽ എന്താണോ അവിടൊക്കെ ഇഖ്ലാസോടെ ഇടപെട്ട് പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ നാവുകൊണ്ടോ ഞങ്ങൾ ആയുസ്സുകൊണ്ടോ ഒരു സ്ഥലത്തും നീ ഭിന്നിപ്പുണ്ടാക്കല്ല അല്ലാ. പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല അല്ലാ. ഉമ്മത്തിനെ അടുപ്പിക്കുന്ന നാവും ഭാഷയും നൽകണേ അല്ലാ. ഖൽബ് റാഹത്താവുന്ന പ്രവർത്തനങ്ങൾക്ക് വാതിൽ തുറന്നു തരണേ അല്ലാ. നിന്നെ മാത്രം കൊതിച്ച് നിനക്ക് ത്വാഅത്ത് ചെയ്ത് രസിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാം ഒരുക്കി വെച്ച് നിന്നെ ദാഹിച്ച് നിന്നെ കാണാനുള്ള യാത്രയാക്കി മരണം മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവെ, ഞങ്ങൾ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. തളർച്ചയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, അപകട മരണമൊന്നും ഞങ്ങൾക്ക് വിധിക്കല്ല അല്ലാ. പെട്ടെന്ന് കാലും കൈയും കുഴഞ്ഞു പോവുക, തൊള്ള കുഴഞ്ഞു പോവുക, കണ്ണ് കാണാതിരിക്കുക, തല കറങ്ങിയിട്ട് വീഴാൻ പോവുക, അങ്ങനത്തെ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേ അല്ലാ. സഹിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലും പാവങ്ങളായ അടിയങ്ങൾ ഉൾപ്പെടുത്തല്ലേ അല്ലാ. കച്ചവടക്കാർക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. കച്ചവടം നടക്കാത്തവർക്ക് അതിന്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കണേ അല്ലാ. രോഗമുള്ളവർക്ക് മാറ്റിക്കൊടുക്കണേ അല്ലാ. മിണ്ടാത്തവരെ നീ സംസാരിപ്പിക്കണേ അല്ലാ. വളരെ പ്രയാസത്തിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ആളുകളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, സലാമത്തിന്റെ വാതിൽ ഞങ്ങൾക്കൊക്കെ തുറന്നേരണേ അല്ലാ. ഈ മഹലിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിലും കാക്കണേ അല്ലാ. ചുറ്റുപാങ്ങളിലുള്ള മഹല്ലുകളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഇന്ന് ചായം ചെയ്യുന്ന ഉസ്താദ് സാഹിബിന്റെ വാപ്പയ്ക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ മുഅ്മിനീൻ മുഅ്മിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. നാളെ ഞങ്ങൾ ഖബറിൽ കിടക്കുമ്പോൾ അതാകണം ഞങ്ങളുടെ സന്തോഷത്തിന്റെ താവളം. അതിനൊരുങ്ങാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹമത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.